ഒരു ജീപ്പ് മാത്രമേ ഇന്നിവിടെ ഉള്ളൂ. ആ ജീപ്പിനകത്ത് ഒരു ഫാമിലിയാണുള്ളത്. അവർ നമ്മളെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുകയാണ് അവിടെ. ഫോർ ബൈ ഫോർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് കയറുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ ആയിരുന്നെങ്കിൽ തൂങ്ങി നിന്ന് തന്നെ എവിടെയെങ്കിലും. ഇത് കണ്ടില്ലേ സുഹൃത്തുക്കളെ, ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ വെള്ളം കുടിച്ചിട്ട് വെറുതെ ഇവിടെ ബോട്ടിൽ ഇട്ടിരിക്കുകയാണ്. ഇത് പ്രകൃതിക്ക് എന്തുമാത്രം ദോഷം വരുത്തുമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും വന്നിട്ട് ഇത് ഇതുപോലെ ബോട്ടിൽ ലക്ഷക്കണക്കിന് ബോട്ടിലുകൾ കണ്ടോ. കഷ്ടം തന്നെ. എൻ്റെ ഉള്ളിലെ ആ ഒരു പ്രകൃതി സ്നേഹി ഉണർന്നു. ഇവിടുത്തെ നാട്ടുകാരൊന്നും അല്ല ചെയ്യുന്നത്, ടൂറിസ്റ്റുകളാണ് ചെയ്യുന്നത്. പാരി കൊണ്ടുപോയിരുന്നല്ലോ. എനിക്ക് ഗ്രിപ്പില്ല അടിയത്. നേരത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇതെല്ലാം വാരി ഒരു ചാക്കിനകത്ത് വെക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ചേട്ടനെ കാണുന്നില്ല. ടൂറിസ്റ്റുകൾക്ക് വരുന്നത് നല്ലതാണ്, ടൂറിസം നല്ലതാണ്, പിന്നെ നമുക്ക് കാഴ്ചകളെ കാണുന്നത് നല്ലതാണ്. പക്ഷെ ഇതുപോലുള്ള സ്ഥലത്ത് വന്നിട്ട് തോന്നിയതുപോലെ വലിച്ചെറിയരുത്. നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഓർക്കുക. വീട്ടിലാരെങ്കിലും ഇങ്ങനെ കുപ്പി വലിച്ചെറിയോ നിങ്ങളുടെ കിടക്കുന്ന റൂമിൽ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളെ നിങ്ങൾ കൂട്ടുകാരായിട്ട് കൊണ്ട് നടക്കരുത്. എടാ ഇത് വൈറലാവും കേട്ടോ. ഇവൻ വലിച്ചെറിയായിരിക്കും, പക്ഷെ നമ്മൾ വലിച്ചെറിയാറില്ല. നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്റെ വീട്ടിലെറിയുന്നതല്ല കാര്യം. നമ്മൾ വീട് എങ്ങനെ നോക്കുന്നു അതുപോലെ നമ്മൾ പ്രകൃതി ഔട്ട്സൈഡ് നമ്മൾ അതുപോലെ കീപ്പ് ചെയ്യുക. അങ്ങനെയാണ് എല്ലാ വികസിത രാജ്യങ്ങളിലും ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ തോന്നുന്നത് പോലെ എന്തെങ്കിലും പുറത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് വീട് മാത്രം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? നമ്മുടെ കുടുംബം നന്നായാലേ നമ്മുടെ നാട് നന്നാകത്തുള്ളൂ. നാട് നന്നായാലേ നമ്മുടെ ലോകം നന്നാകത്തുള്ളൂ. ലോകം നന്നായാലേ നമ്മൾ നന്നാകത്തുള്ളൂ. ഭയങ്കര നമ്മൾ നന്നായാലേ നമ്മുടെ ഇതാണ് ഈ നൂറ്റാണ്ടിലെ ഗ്രേറ്റസ്റ്റ് മെസ്സേജ് ആണ് ഇവൻ തന്നത്. നമ്മൾ നന്നായാലേ നാട് നന്നാകത്തുള്ളൂ, നാട് നന്നായാലേ രാജ്യം നന്നാകത്തുള്ളൂ, രാജ്യം നന്നായാലേ ലോകം നന്നാകത്തുള്ളൂ, ലോകം നന്നായാൽ മാത്രമേ നമ്മൾ നന്നായാലേ വീട് നന്നാകത്തുള്ളൂ. മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. ഇത് എന്ത് ചെടിയാണെന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ കണ്ടുപിടിച്ചു തരാം. ഇത് തൊടലിപ്പഴം പഴം ഉണ്ടാവും കേട്ടോ. കോഴിക്കോട് ആ സൈഡിലൊക്കെ ചൊള്ളിപ്പഴം എന്നൊക്കെ പറയും. ഓഹോ, ഇതല്ല. അതായത് കഴിക്കുമായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ വെയിലുള്ള സമയത്താണ് ഇത് പഴുക്കുന്നത്. ഇത് മൂത്രതടസ്സം, ഷുഗർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ സാധനം അല്ലേ ചുടലിപ്പഴം? കായ്പ ഇല്ല. അതിനിപ്പോ കായില്ല, അത് സീസൺ തീർന്നാണ്. ഓക്കെ. അതായത് ഇതേപോലെ ഉയരം ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണത്തുള്ളൂ അല്ലേ? ഇത് കാണപ്പെടുള്ളൂ. ചുടലപ്പഴം അല്ലേ? തൊടലിപ്പഴം എന്ന് പറയും. ചുടലിപ്പഴം, തൊടലിപ്പഴം. നെല്ലിയുണ്ട്. ഒന്നും കായ്കളില്ല, എല്ലാം കായില്ലാത്ത സീസണാണ്. കാട്ടുപേര. പേരൊക്കെ ഉണ്ടോ അതിനകത്ത്? ഇല്ല, ഒന്നുമില്ല. കായില്ലാത്തൊരു വല്ലാത്ത സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. നോക്കാം. ഇവിടെ നല്ല പന്നികളെ മാവ്. ഇതിപ്പോ സീസൺ ടൈം അല്ല. സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി ആയിരിക്കും അല്ലേ? അല്ല, നമുക്ക് ഈ 2 മാസം മാത്രമേ ഉള്ളൂ സീസൺ ടൈം അല്ല. ഓഫ് സീസൺ. ബാക്കി എല്ലാ സമയത്തും സീസണാ. ബാക്കി എല്ലാ ടൈമും നമുക്ക്. ഇത് മഴ ആയതുകൊണ്ട് സീസൺ അല്ല. ഇവിടെ നല്ല പന്നി, മ്ലാവ്, കേഴമാൻ തുടങ്ങിയവയുള്ളതാണ്. അതൊക്കെ ചുമ്മാ പറയുന്നതാണ് അല്ലേ? പന്നി ഇളക്കിയിട്ടിരിക്കുന്നു. ഇതൊക്കെ പന്നി ഇളക്കിയിട്ടിരിക്കുന്നതാണ്. ശരിയാ, കറക്റ്റാ പറഞ്ഞ ടിനുവിന് പന്നിയെ കണ്ട പന്നി ഇളക്കിയത് അറിയാം. പന്നി എന്തിനാടാ വന്ന് ഇളക്കുന്ന ടിനു? ഒരു ഹോബി. നമ്മുടെ ഈ ഔട്ടിങ്ങിനൊക്കെ പോകുന്നതിന് അതുപോലെ പന്നികളുടെ ഒരു സന്തോഷമാണ് ഇതുപോലെ ഇളക്കിയിടുന്നത്. പന്നി ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോച്ചൊക്കെ ഇതെല്ലാം ഇളക്കിയിട്ടേക്കുന്നത് പന്നി ഇളക്കിയിടുന്നത് പന്നിയുടെ ഹോബിയാണെന്നാണ് ടിനു പറയുന്നത്. നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? എപ്പോഴെങ്കിലും ചുമ്മാ നടന്നാൽ മതി. ഇവിടെ കാട്ടാന മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. കാട്ടാന എന്ത് കാട്ടാന? ഇടയ്ക്ക് പുലിയൊക്കെ വരുമെന്നാ പറയുന്നത്. പുലിന്റെ ഇത് വരും. കടുവ ഇറക്കത്തില്ലെങ്കിലും പുലി ഇറങ്ങും ഇവിടെ. കടുവ വരും. കടുവ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഗവിയ തേക്കടിയൊക്കെ അപ്പുറത്തല്ലേ. അതുവഴി ഇതിന് മലയോര പാതയുണ്ട് ഇതിങ്ങൾക്ക് വരാനുള്ള. കടുവയ്ക്ക് വരാണ്. ആ മലയോര പാത വഴി കടുവകൾ ഇവിടെ വന്ന് കടുവയ്ക്ക് ഒരു ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറിയുടെ വേണ്ടി അത് വരും. ചേരാൻ വേറെ ഇവിടെ കടുവ ഉണ്ടോ ഇതിന്റെ മുകളിൽ? ഉണ്ട്. അവർക്ക് ഒരു ഇത് വേണ്ട, ഒരു ഹണിമൂൺ സെറ്റപ്പ് പോലെ അവര്
ആ ഇണ ചേരുന്ന സമയത്ത് അവര് ഇവിടെ ഈ പാഞ്ചാലിമേട്ടിലൊക്കെ വന്നിട്ട് അവര് ഇണ ചേർന്നിട്ട് പാഞ്ചാലിമേടല്ല രാമക്കൽ മേട്ടിൽ വന്നിട്ട് അവർ ഇണ ചേർന്നിട്ട് പോകും. ഓഹോ, കടുവകളുടെ ഹോളിഡേ ഹോം. അതെ 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 കൊള്ളാം. ഇത് അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ്. കടുവകൾക്കൊക്കെ ഇടയ്ക്ക് വന്ന്. സുഹൃത്തുക്കളെ, ഇപ്പം പറയുന്നൊന്നും കേൾക്കരുത്, അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏതായാലും ഗംഭീരമായ സ്ഥലമാണ്, ഫാമിലിയായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. വളരെ നല്ലതാണ് ഫാമിലിയായിട്ട് വരാൻ. അടിപൊളി കേട്ടോ. ഓ മൈ ഗോഡ്, തമിഴ്നാട്. കേരളവും തമിഴ്നാട് നമ്മൾ വ്യത്യാസം താഴെ തമിഴ്നാട്. എനിക്ക് ആത്മഹത്യ ടെൻഡൻസി. തമിഴ്നാടല്ലേ? തമിഴ്നാടല്ലേ അത്? മുനീറേ, തമിഴ്നാടല്ലേ അത്? ഓ ഗംഭീരം കേട്ടോ, അടിപൊളി. അതായത് നമ്മൾ ഈ കാണുന്ന മൊത്തം തമിഴ്നാടിന്റെ തേനി ഡിസ്ട്രിക്ട് ആണ്. ചുറ്റോട് ഈ മലയ്ക്കപ്പുറം കാണുന്നത്, നമ്മുടെ ആ സൈഡിൽ കാണുന്നത് കമ്പമാണ്. അവിടെ ഒരുപാടൊക്കെ ഉള്ള സ്ഥലമാണ്. അതായത് നമ്മൾ ആ കാണുന്നത് കുറവൻകുറത്തി സ്റ്റാച്ചു ആണ്, രാമക്കോട്. അതായത് കേരളത്തിലെ തന്നെ വലിപ്പമുള്ള പ്രതിമകളില് ഒരെണ്ണമാണത്. നമ്മൾ അവിടെ വരെ പോയുള്ളൂ. അതിന്റെ പുറകെയുള്ള മലമുഴക്കി വേഴാമ്പലിന്റെ ഒരു വാച്ച് ടവർ ആണ് അതിന്റെ പുറകിലുള്ളത്. അപ്പൊ നമ്മൾ ഇടുക്കി ഡാം നിൽക്കുന്ന 2 മലകളാണ് കുറവൻകുറത്തി മലകൾ. അതായത് അവിടെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആദിവാസി മനുഷ്യരാണ് ഈ കുറവനും കുറത്തി. ഒരിക്കലും അവിടെ ഒരു മുനി വരികയും സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വെള്ളത്തിലൂടെ ഇവരറിയാതെ മീൻ കഴുകിയ വെള്ളം ഒഴുക്കി വിടുകയും അങ്ങനെ ആ മുനി ശപിച്ച് 2 മലകളാക്കി എന്നാണ് ഐതിഹ്യം. അപ്പം ഒരിക്കൽ അവർ ഒന്നിക്കൂന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ആ ഇടുക്കി ഡാം നിൽക്കുന്ന ആ 2 മലകളുടെ ഇടയ്ക്കാണ്. അങ്ങനെയാണ് ആ മല ഒന്നിച്ചിരിക്കുന്നത്. കറക്റ്റ്. നിറയെ ഐതിഹ്യങ്ങളുള്ള സ്ഥലമാണ്. നമുക്ക് ഏതായാലും ഒരു സെൽഫി എടുത്ത് ഷെബിൻ ഇവിടെ നിന്നിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്ന് നിങ്ങൾ കുറച്ച് നേരം ക്യാമറ ഒക്കെ ഉപേക്ഷിച്ചിട്ട് പ്രകൃതിയുടെ ഭംഗി മാത്രം ആസ്വദിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ മനസ്സിലേക്ക് ഇത് പതിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആസ്വദിക്കാം. നീ ഇങ്ങനെ കിടക്കാനല്ല പറഞ്ഞത്, ആകാശം നോക്കാനല്ല പറഞ്ഞത്. രാമക്കല്ലിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല, കുറച്ച് ബൈക്കില് ഓട്ടം കൊണ്ടാ. നമ്മള് നല്ല ഗംഭീരമായിട്ടുള്ള മേഘമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു വിമാനം പോകുന്നത് കാണുന്നുണ്ട്. അടിപൊളി. മേഘങ്ങളിൽ പൂത്ത് നിൽക്കുകയാണ്. ഒരു വല്ലാത്ത രീതിയിലുള്ള മേഘങ്ങൾ കേട്ടോ, ഒരു വല്ലാത്ത മേഘം ഇങ്ങനെ പെയിന്റ് അടിച്ചിരിക്കുന്ന പോലത്തെ മേഘമാണ്. ഐ ലവ് ദിസ്. പോടെ. മേഘങ്ങളുടെ പറുദീസ. പലതരം മേഘങ്ങൾ. മേഘങ്ങൾ കൂട്ടിയിടിക്കുന്നു. നല്ല സ്പീഡിൽ മേഘങ്ങൾ ഓടുന്നുണ്ട്. മീൻസ് നല്ല കാറ്റുണ്ട് മുകളിൽ. അതുകൊണ്ടാണ് ഇവിടെ കാറ്റാടികൾ വെക്കുന്നത്. നമ്മുടെ റിട്ടേൺ പാത നമ്മളെല്ലാം കഴിഞ്ഞ് ഹരിക്കോട്ടിനെ ഇറക്കുമല്ലോ. ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കമ്പംമേട് വഴി കമ്പത്തിറങ്ങി മുന്തിരിങ്ങ മേടിച്ചിട്ട് കുമളിയിലോട്ട് കയറിയിട്ട് അങ്ങനെ അങ്ങ് പോയാൽ പോരെ. നീ പറയുന്ന പോലെ അല്ലയാ, നിന്റെ ആഗ്രഹം സാധിക്കാൻ നമ്മൾ യാത്ര ചെയ്യും. എല്ലാം ഏകദേശം കേൾക്കില്ല. നമ്മൾ വീണ്ടും തിരിച്ച് ജീപ്പിനടുത്ത് എത്തിയിരിക്കുകയാണ്. BMW സിമ്പിളൊക്കെ ഒട്ടിച്ച് ജീപ്പാണ്. ഇത് കണ്ട മേഘങ്ങളുടെ പ്രത്യേകത, മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ എന്ത് രൂപമാണോ ആ രൂപത്തിൽ നമുക്ക് മേഘത്തെ കാണാൻ പറ്റും. അവിടെ ഒരു ഈഗിളിൻ്റെ രൂപത്തിൽ മേഘത്തെ കണ്ടായിരുന്നു. ആ സൈഡിൽ മേഘം പറന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? വീഡിയോ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വീഡിയോ കർത്താവിനെ. അടിപൊളിയാണ്, ഗംഭീരമാണ്. നമ്മുടെ ഗംഭീരമായിട്ടുള്ള ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു. ശരിയാ, വളരെ
തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. SK റോക്ക് ഗാർഡൻ റിസോർട്ട്. ഇവിടെ രാമക്കൽമേട്ടിലുള്ള ഒരു പുതിയ റിസോർട്ടാണ്. പക്ഷേ നല്ല ഗംഭീരമായിട്ടുള്ള സെറ്റപ്പാണ്. അവർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവിധ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി പോയിട്ട് ആ സ്വിമ്മിംഗ് പൂളിലാണ് കുളിച്ചത്. നമുക്ക് വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്തേണ്ട ഇരിക്കുന്നു. പോടാ കേട്ടോ. ഞാൻ നിറയെ മൃഗങ്ങളാണല്ലോ. ആന ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണോടാ? അല്ലല്ലോ, സ്വന്തം സാധനങ്ങളാണ്. നമ്മളിവിടെ വിട്ട് പോവുകയാണ്. രാമക്കൽമേട് ടൂറിസം പ്രൊജക്റ്റ്. നമ്മൾ രാമക്കൽമേട്ടിലെ പ്രശസ്തമായ കുറവൻ കുറത്തി പ്രതിമ കാണാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. കാറ്റാടിപ്പാടം, കുറവൻ കുറത്തി, രാമക്കല്ല്. മടിയന്മാർ വരുന്നുണ്ടല്ലേ. ഗൾഫിൽ ജോലി ചെയ്ത് മടിയനായി പോയ ഷിമിൻ, ടിനു കോഴിത്തീൻ്റെ വിറ്റ് മടിയനായ ടിനു. ഷിമിൻ അത്ലറ്റാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് രാമക്കല്ലി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സുഹൃത്തുക്കളെ എൻ്റെ മനസ്സൊന്ന് പിന്നോട്ട് പതറി. കാരണം സർക്കാർ ഉദ്യോഗസ്ഥനായി അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് സ്പോർട്സിൽ പോവുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിന് വയ്യാത്തത് പോലെയാണ് ഈ ഫീൽ ചെയ്യുന്നത്. ആണോ? സോറി. കോഴി ഹോൺബില്ലിൻ്റെ ഒരു സംഭവം. ആ മലയിലേക്ക് പോകാൻ അവന്മാർ സമ്മതിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഓടി കയറിയെന്ന് ആലോചിക്കുകയാണ്. മലമുഴക്കി ഹോൺബിൽ ആൻഡ് നേച്ചർ സ്റ്റോറി. എന്തുവാ ചെയ്ത്? ഇത് മലമുഴക്കി വേടാമലിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വാച്ച് ടവറാണ്. ഇത് മലമുഴക്കിയുടെ ഒരു കൂട് പോലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബേസിക്കലി ഈ വലിയൊരു മരത്തിൻ്റെ തന്നെ മുകളിൽ അത് കൂട് കൂട്ടിയിരിക്കുന്നതായിട്ടാണ്. വായിൽ ഭക്ഷണമായിട്ട് പറന്നു വരുന്നൊരു മലമുഴക്കി വേടാമ്പൽ. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ മരം രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് അവർ. പിന്നെ മരത്തിൻ്റെ ഒരു സൈഡിൽ ഒരാന പുറത്തേക്ക് തലയിടുന്നത് പോലെയുള്ള ഒരു രൂപം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കള്ളൻ അവൻ എടുത്തു കൊടുക്കരുത് കേട്ടോ. വാച്ച് തുറന്ന് മുകളിലേക്ക് കയറാം. ആടാ. അടിപൊളി. വാ, വണ്ടർഫുൾ. ഡൽഹിയിലൊക്കെ മിനാരത്തിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത്. ജമാ മസ്ജിദിൻ്റെ മിനാരം. നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. വേഴാമ്പൽ നമ്മുടെ തൊട്ടുതല്ല്. ഇതാണ് മലമുഴക്കി വേഴാമ്പൽ. ഭക്ഷണവുമായി അത് കുഞ്ഞിൻ്റെ കൂട്ടിലേക്ക് പറന്നു പോവുകയാണ്. നമ്മുടെ കുറവനും കുറത്തി വാച്ച് ടവർ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാമക്കല്ലിൻ്റെ മുകളിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 25 മിനിറ്റ് ട്രക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ടും അവന്മാർ നിർബന്ധിക്കുന്നതുകൊണ്ടും പെട്ടെന്ന് പോയിട്ട് വരേണ്ടി വരും. റണ്ണിങ് ടു ദ ടോപ്പ് ഓഫ് രാമക്കൽമേട്. ഇതിനാണ് ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. മനോഹരമായൊരു ട്രക്കിംഗ് ആണിത്. വളരെ ഷോർട്ടാണ്, പക്ഷേ ഗംഭീരമായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അവന്മാരും ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, അവന്മാർ വരുന്നില്ലെന്ന് പറഞ്ഞു. ബ്യൂട്ടി. I have to run. കാട്ടിനകത്തൂടെ ഓടി തന്നെ പോകണം. അടിപൊളി.
ഇതാണ് സൂപ്പർ കേട്ടോ. അതാണ് ശരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ മുകളിലേക്ക് പോകുന്നത് മുകളിൽ കയറിയിട്ട് വിജയക്കൊടി പാറിക്കാനല്ല, മേളിൽ നോക്കുമ്പം ആ വ്യൂ എങ്ങനെ ഇരിക്കും അത് കാണാൻ വേണ്ടിയാണ്. അതൊരു മനസ്സാണ്. വെയിലൊക്കെ തൃണവൽക്കരിച്ച് മനസ്സുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ക്ലൈംബ് ചെയ്യാം, ഏത് മലയും ക്ലൈംബ് ചെയ്യാം. ബ്യൂട്ടി. ശ്രാമക്കല്ല്. ഇത് ശ്രാമക്കല്ല്. നല്ല വെയിലുണ്ട്, ആൾക്കാർ അതുകൊണ്ട് നന്നായി കുറവാണ്. നമ്മൾ മുകളിലോട്ട് കയറണം. That's it. We are on the top. രാമക്കൽമേടിൻ്റെ മുകളിൽ എത്തി. രാമക്കൽമേടിൻ്റെ ടോപ്പ് വ്യൂ കണ്ടു. 360 ഡിഗ്രി വ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ വെച്ച് രണ്ടുപേരെ പരിചയപ്പെട്ടു. ഒരു കുട്ടി രാജസ്ഥാനിൽ നിന്ന് വന്നതാണ്. ഷീ വുഡ് ലൈക്ക് ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സി ഇഫ് പീപ്പിൾ ആർ ഇൻസ്പയർഡ് ഫ്രം മീ ഐ എം വെരി ഹാപ്പി. സോ സി യു ഇൻ ദ ഡൗൺ. നമ്മളെ വെയിറ്റ് ചെയ്ത് ആ ഭ്രാന്തന്മാർ താഴെ നിൽപ്പുണ്ട്. അവർ പോകുന്നതിന് മുമ്പ് ഐ ഹാവ് ടു ഗോ ദെയർ ആൻഡ് ഗോ വിത്ത് ദം. സി യു രാമക്കൽമേട്. അതിൻ്റെ മുകളിൽ നിന്ന് തിരിച്ച് പഴയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ബൂസ്റ്റ് കുലിക്കുണ്ട്, ബൂസ്റ്റ് കുലിക്ക്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അപ്പുറത്ത് കാറ്റുണ്ടെന്ന് തോന്നത്തേയില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് പോയി കാണിക്കാം. ഒരു 10 മീറ്ററിനപ്പുറം കൊടും കാറ്റാണ്. കാറ്റ് കാറ്റ് അതല്ല ഞാൻ കേൾക്കും. ഞാൻ വീഡിയോസ് ഒന്നും റിലീസ് ചെയ്തില്ലെന്നാണ് എൻ്റെ കൂട്ടുകാരുടെ എന്താണ് ഒരു അഭിപ്രായം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ എഡിറ്റിംഗ് തുടങ്ങി കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഇനി കാറ്റാടിപ്പാടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടെ കാറ്റാടിപ്പാടത്തിലാണ് നിൽക്കുന്നത്. കാറ്റാടികൾ ദൂരെയാണുള്ളത്. ഇതൊരു ഭയങ്കര ഉയരത്തിലുള്ള കാറ്റാടി. ഇതിൻ്റെ പ്രത്യേകിച്ച് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് വരുന്നതായിട്ട് തോന്നും. കാരണം ബാക്കിൽ മേഘങ്ങൾ നീങ്ങുന്നതുകൊണ്ട് കാറ്റാടി മുന്നോട്ട് വരുന്നതായിട്ടൊരു ഫീൽ വരും. ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഗ്രിഡിലേക്കൊക്കെ ഘടിപ്പിക്കാനുള്ളൊരു ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ നെക് മിക്കോൺ എന്ന കമ്പനിയുടെയാണ് അവർ മോട്ടർ വെച്ചിരിക്കുന്നത് തോന്നുന്നു. കാറ്റാടിയുടെ മൂട്ടി പോയി നോക്കാം ഹൗ ദിസ് കാറ്റാടി ഈസ്. ആൾക്കാരൊക്കെ ഇവിടെ അവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇതുപോലെ പേര് എഴുതുന്നതാണ്. സൗണ്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാറ്റ് കറങ്ങുന്നത്, കാറ്റിനെ വെട്ടിക്കിട്ടുന്ന സൗണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോമർ. 33 kV ട്രാൻസ്ഫോമറാണ് വെച്ചിരിക്കുന്നത്. വിൻഡ് ഫണ്ട്സിന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡ് എനർജി ഇല്ലേ, വിൻഡ് എനർജി ചെയ്ത് ഫസ്റ്റ് വരുന്നു മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റും. അപ്പോൾ അതിനകത്ത് എന്തുള്ളൂ ഡൈനാമോ ഉള്ളത്. അതിന് ഡൈനാമോ എന്ത് ചെയ്യും,
അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ സിമ്പിൾ ലോജിക്ക് പറഞ്ഞാൽ നമ്മുടെ സൈക്കിളിൽ ഡൈനാമോ വെക്കത്തില്ല. സൈക്കിളിൻ്റെ വീല് കറങ്ങുമ്പം എന്താ വരുന്നു, ഡൈനാമോ കറങ്ങുന്നു. ഡൈനാമോ കറങ്ങുമ്പോൾ അതിൽ നിന്ന് കറണ്ട് ഉണ്ടാകുന്നത്. സെയിം ലോജിക്ക്. ഇതിപ്പം നമ്മുടെ വിൻഡ് എനർജി ഇതാക്കിക്കൊണ്ട് അതിനകത്ത് ഡൈനാമോ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു. ആ ഇലക്ട്രിസിറ്റി ഇവിടെ കൊണ്ടുവന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ഹൈ വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുള്ള ട്രാൻസ്ഫോമേഴ്സ് ആണിത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണിത്. അപ്പം ഇതിൻ്റെ ഒരു ലീഫ് തന്നെ 2 ട്രക്കിലൊക്കെ കെട്ടിക്കൊണ്ട് വരുന്ന അത്ര വലിപ്പമാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണില്ല. യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ മതി. ഭയങ്കര വലിപ്പം. എഞ്ചിനീയറിംഗ് മാർവലാണ്. ഇതുപോലത്തെ 100 കണക്കിന് കാറ്റാടികളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ദൂരെ കാണാൻ സാധിക്കും. എല്ലാം ട്രാൻസ്ഫോമറുകളാണ് കണ്ടിരിക്കുന്നത്. ആ കാറ്റാടിയുടെ അടുത്തൂടെ പോയി നോക്കാം. ലക്ഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ക്രോസ് ആവുമോ? 1 കോടി രൂപയിലും ആവുമായിരിക്കും. അറിയില്ല. നമുക്കത് കറങ്ങുന്നുണ്ട്. ഭീമാകാരമായിട്ടാണ് കറങ്ങുന്നത്. നമുക്ക് പേടിക്കാം. ആ മലയുടെ സൈഡിലൊക്കെ കാറ്റാടികളുണ്ട്. അവരൊക്കെ കാറ്റാടി വെച്ചിട്ടുണ്ട്. Wherever they can put the cattanis, all the places they put the cattanis. നമ്മൾ രാമക്കൽമേട്ടിൽ നിന്ന് താഴെ കണ്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏലപ്പാറ അല്ലെങ്കിൽ കട്ടപ്പന സൈഡിലൊക്കെയുള്ള ഏലത്തോട്ടങ്ങളിൽ പണിയെടുത്തിട്ട് തമിഴ്നാട്ടുകാരായ സ്ത്രീകളെ ആ ഫ്രണ്ടിലൊരു വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ വണ്ടി തിക്കിലി പാക്കഡാണ്. ഒരു 20 പേരെങ്കിലും മിനിമം വണ്ടിക്കകത്ത് കാണും. മടിയിൽ ഇരുന്നാണ് പോകുന്നത്. പറഞ്ഞപ്പം എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് നമ്മള് ഒരു ടൂറിന് പോയിട്ട് വന്നപ്പോ ഒരു വണ്ടിക്കകത്ത് ആ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ കമ്പം പോകാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി കയറ്റിക്കുകയാണ്. ഈ റോഡെന്ന് പറഞ്ഞാൽ കുമിളിയിൽ നിന്ന് വരുന്ന റോഡാണ്. നാഷണൽ ഹൈവേ 183 for 8 kilometers. നാഷണൽ ഹൈവേ 183 അതിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇനി പറക്കും വണ്ടി, പറക്കും. ദിണ്ടികൾ 114, മധുരൈ 115, ചെന്നൈ 541, തേനി 40. 10 കിലോമീറ്റർ പോകുമ്പോൾ സിംഗപ്പൂർ മെസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. സോ വി ആർ ഗോയിങ് ടു സിംഗപ്പൂർ മെസ്, ദെൻ സം മുന്തിരിപ്പാടം. അഞ്ച് ചാപ്പാട്, പള്ളിപ്പാളയം ചിക്കനും പിന്നെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒരു ചിക്കൻ 65 പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ 65 ഇവൻ്റെ ഫംഗസിന് വേണ്ടിയാണ്. ഭക്ഷണം നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കാനാണ് പരിപാടി. വിശപ്പില്ലെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ 65, മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങ് പോട്ടെ, ചിക്കൻ ബിരിയാണി ഇങ്ങ പോട്ടെ, മറ്റേ ഒരു സാധനം കൂടെ പറഞ്ഞല്ലോ, പള്ളിപ്പാളയം. ഓക്കെ പള്ളിപ്പാളയം ബിരിയാണി വരും. സൂപ്പർ ബിരിയാണി. കമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിത്തോട്ടങ്ങൾക്ക് വളരെ ഫേമസ് ആണ്. ജൈനീസ് ഗ്രേപ്സ് എന്ന ഗ്രേപ്സ് കച്ചവടക്കാരുടെ തോട്ടത്തിനകത്താണ് നമ്മളുള്ളത്. ഈ സൈഡിലെ മുന്തിരിയൊക്കെ അടുത്ത സീസണിന് വേണ്ടി വെട്ടി വെച്ചിരിക്കല്ലോ. ഇത് നോക്കാം, അത് നോക്കാം. അതിന്റെ മണ്ടയ്ക്കുണ്ട പൂവായി വരുന്നുണ്ട. എവിടെ അത് നിറയെ ആൾക്കാരാണ് ഇവിടെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. മുന്തിരിങ്ങ കിടക്കുന്നുണ്ടോ? ഇത് ആൾക്കാർ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയാണ്. ഇങ്ങനെയാണ് മുന്തിരിങ്ങ തൂങ്ങി കിടക്കുന്നുണ്ടോ? അവർ കൃത്യമായി കെട്ടി. ഇല്ല, അത് പണ്ട് അങ്ങോട്ട് അകത്തോട്ട്, അതെ പണ്ടാണെങ്കിൽ അകത്തോട്ടൊക്കെ വിടുമായിരുന്നു. ഇപ്പോൾ അകത്തോട്ടൊന്നും വിടത്തില്ല. ഇത്തരം സ്ഥലത്ത് വിസിറ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായൊരു മുന്തിരിത്തോട്ടമാണ്. വളരെ വെൽ മാനേജ്ഡാണ്. ഡ്രിപ്പ് ഇറിഗേഷനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതെ, ഫ്രഷ് മുന്തിരി വൈൻ ഇവിടെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. ഒരു ഗ്ലാസ്സിന് 100 രൂപയാണ്. അപ്പോൾ ഇവിടെ ഇത് കുഞ്ഞുങ്ങളുടെ എടുത്തു കൊടുത്ത ഫോട്ടോ അല്ലേ? ഇതുപോലത്തെ ഫോട്ടോ എടുത്തു കൊടുക്കുക. ഒരു ഫോട്ടോക്ക് എത്ര രൂപ വെച്ച്? ഇതുപോലെ 100 രൂപ അല്ലേ? 100 രൂപയ്ക്ക് ഇതുപോലത്തെ ഫോട്ടോ എടുത്ത് കൊടുക്കും. പ്രിന്റ് കൊടുക്കുമോ? അടിപൊളി വൈൻ കുടിക്കൂ. ഹൗസ് ഇറ്റ്? എങ്ങനെയുണ്ട് മുന്തിരി വൈൻ? സൂപ്പർ അല്ലേ? എന്ത് ആർക്കാ വേണ്ടേ? ചിന്നു പാടാ. കൊള്ളാം കേട്ടോ. ഇത് എത്ര ദിവസം ഉണ്ടോ ഉണ്ടാക്കുന്നത്? 20 ദിവസം വെക്കുമല്ലേ? ഇവിടെ മുന്തിരിങ്ങ കിലോ 80 രൂപയേ ഉള്ളൂ. 80 റുപ്പീസ്
ഒരെണ്ണം എടുത്തോട്ടെ. നല്ല ഫ്രഷ് മുന്തിരിങ്ങയാണ്. മുന്തിരിങ്ങയാണോ? ആ, 5 കിലോ മുന്തിരി മേടിച്ചിരിക്കുകയാണ്. 3 കിലോ നമുക്കും 2 കിലോ അവൻ്റെ ഫാമിലിയും. ഹലോ, വളരെ കറക്റ്റാണ്. മുന്തിരി മേടിച്ച് നശിപ്പിക്കാതെ. യെസ്, നമ്മൾ മുന്തിരിത്തോട്ടത്തിന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ മുന്തിരിത്തോട്ടത്തിന് മാത്രം മുഴുവൻ നടക്കാൻ വരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് അവർ കച്ചവടമാക്കി മാറ്റി വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ കയറി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മുന്തിരിങ്ങ മുതൽ മുന്തിരിങ്ങയുടെ മിക്കാറുമുള്ള എല്ലാ സാധനങ്ങളും, വൈന് ഇതൊക്കെ പലതരം വൈനാണ്. ഇവിടുത്തെ വൈനുണ്ടോ ചേച്ചി? ഇവിടുത്തെ വൈനുണ്ടോ ചോദിച്ചു? എവിടെ? ഇതൊക്കെ വേറെ ഓരോ ബ്രാൻഡുകളാണ്. കാൾജങ്ക്, റെഡ്. ഓ, ഇത് ഇവിടുത്തെയാണോ? റോയൽ ടോസ്റ്റ് റെഡ് വൈൻ. ആ, ഓക്കെ. ഇത് ഇവിടുത്തെ വൈനാണ്. ഇത് ഇവിടുത്തെ ചേച്ചി? എന്ത് ആണോ? ഇവരുടെ ഉണക്കമുന്തിരി, ബ്ലാക്ക് റൈസ്. ഓ, സ്ക്വാഷും ഉണ്ട്. ഇത് നമ്മുടെ തന്നെ പ്രജ ക്ലാസിക് ഗ്രേപ്സ് ക്രഷ്. ഓ, ജ്യൂസ്. അത് കുടിക്കാൻ പറ്റുന്നത് ഇപ്പോൾ കുടിക്കും. റെഡി ടു ഡ്രിങ്ക് ജ്യൂസ് ഉണ്ട് പ്രജ. ഇതെല്ലാം ഇവിടുത്തെ സാധനം തന്നെയാണ്, റെഡി ടു സെർവ്. ഇത് എത്ര നാൾ കേടാവാതിരിക്കും? 4 മാസം കേടാവാതിരിക്കും. ഡ്രൈ ഫ്രൂട്ട്സ് വിത്ത് ഹണി. ബാക്കി ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. മുന്തിരിയുടെ ഒരു ഐറ്റംസ് മാത്രം കൊടുക്കുന്ന ഒരു കടയാണ്. അവരവരുടെ കുഞ്ഞിനെ ഇങ്ങനെ താരാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമ്പന്തേനി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചിപ്പം വീണ്ടും തൂക്കുപാലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ചായ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് ചായ കുടിക്കാനുള്ള പദ്ധതിയാണ് അല്ലേ? ഇവിടുത്തെ ഫേമസ് കടയാണ്. എല്ലാ നാട്ടിലുള്ള പോലെ എണ്ണയിൽ ഉണ്ടാക്കിയ പലതരം പലഹാരങ്ങൾ. അതെ, ഒന്നിനെ പറഞ്ഞ ആരും കാണാത്ത ഒരു യൂട്യൂബറായി ഇത് ചെയ്തോണ്ട്. അതെ അതെ, എനിക്കത് കേട്ടോ മതി കേട്ടോ. ആ, ശരി. ആരും കാണണ്ട, അങ്ങനെ ആരും കാണട്ടെ. നീ കാണത്തില്ലല്ലോ. ഞാൻ ആരും കാണാത്തൊരു യൂട്യൂബറാണെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഇതുണ്ടോ, റീച്ചായി ലൈറ്റ് കണ്ടോണ്ടിരിക്കുന്നു. അതാ അത് ആർക്കും കാണാത്ത ദൃശ്യം കണ്ടോ, ലൈറ്റ് കാണുന്ന ഈച്ച.